ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് ചെറുപയർ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് കണ്ടിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലോ ഒന്നും ചെറുപയറാണെന്ന് മനസ്സിലാവില്ല. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒത്തിരി ചെറുപയറുണ്ടാവും. അധികം മക്കൾക്കും ചെറുപയർ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. വൈകുന്നേരങ്ങളിലൊക്കെ ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഒരു പ്രാവശ്യം നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു മാവ് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ കടലപ്പൊടി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ മൈദപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കടലപ്പൊടി മാത്രം വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഒരല്പം മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആവും. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വേറെ പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ട് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. മല്ലിയില ഇതുപോലെ മാവിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ലൂസായിട്ടുള്ള ഒരു മാവ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാവ് റെഡിയാക്കാം. ഇപ്പോൾ ഞാനിവിടെ കുറച്ചായിട്ട് 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ഈ ഒരു രീതിയിൽ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബജികളൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന അതിലേറെ കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടാണ് ഈ ഒരു മാവ് വേണ്ടത്. പഴംപൊരി അതുപോലെ മുളക് ബജിയൊക്കെ തയ്യാറാക്കിയെടുക്കൂലേ, ആ ഒരു മാവിലേറെ കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ഒരു മാവാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറുപയറാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിൽ ചെറുപയർ വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ കുക്കറിൽ 2-3 വിസിലടുപ്പിച്ചൊന്ന് എടുത്തതാണ്. ഒരു 2-3 മണിക്കൂർ കുതിർത്തെടുത്ത ശേഷമാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. വേവിച്ചെടുത്ത സമയത്ത് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിരുന്നു. ഇതിവിടെ ഞാൻ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കൈകൊണ്ട് തൊടുമ്പോൾ ഇതുപോലെ അലിഞ്ഞു പോകുന്ന രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അതല്ല നിങ്ങൾക്ക് ചെറുപയർ കടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഇത്രത്തോളം ഒന്നും വേവിച്ചെടുക്കണ്ട. അപ്പോൾ ഈ ചെറുപയർ ഇങ്ങനെ കടിക്കുന്നത് മക്കൾക്കൊന്നും അത്ര ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രത്തോളം വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു തവി എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറുപയർ ഞാനിതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ വെന്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. ഇനി ഉടച്ചെടുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. അപ്പോൾ ഒരു ചെറിയ സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സവോളയൊന്നും വേണ്ട കേട്ടോ, ഒരു ചെറിയ സവോള മതിയാവും. ഇനി ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയും മല്ലിയിലയും ആണ്. രണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെറുപയർ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മുട്ട ഒരു ഫോർക്കോ അതല്ലെങ്കിൽ സ്പൂണൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മഞ്ഞക്കരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചെറുപയറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ മുട്ട കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പാൻ നന്നായിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓംലേറ്റ് ഒക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെ ഒന്ന് പൊരിച്ചെടുക്കാനാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറുപയറും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് സമയം പിടിക്കുന്നൊന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ 10 മിനിറ്റിന് ശേഷം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ മേൽഭാഗമൊക്കെ ഒന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വെന്തത് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളിനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത് ചൂടാറിയ ശേഷം ഒരു പാത്രത്തിലേക്കൊന്ന് സേവ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറിയ ശേഷം വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ഇത് നല്ല സോഫ്റ്റ് ആയത് കാരണം പൊട്ടിപ്പോവും കേട്ടോ. ഇതിൻ്റെ അടിഭാഗമൊന്നും കരിയാതെ ഇതുപോലെയാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ചൂടാറിയ ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പഴംപൊരിയുടെ ഒക്കെ പോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി ഇതൊന്ന് ഇങ്ങനെ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ടും ഇതുപോലെ ഒന്ന് എടുത്ത് വെക്കാം. ഇനി ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ചിട്ട് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുക്കിയെടുത്ത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പഴംപൊരിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെ തയ്യാറാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല ലൂസായിട്ടുള്ള മാവ് വേണം കേട്ടോ. പഴംപൊരിയുടെയും ബജിക്കടികളുടെയും ഒന്നും പോലെ അത്ര ടൈറ്റ് ആയിട്ടുള്ള മാവ് ഇതിനാവശ്യമല്ല. ചെറുപയർ ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് മുട്ടയൊക്കെ ചേർത്ത് പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാവ് നല്ല രീതിയിൽ കട്ടിക്ക് അതിലുണ്ടായാൽ അതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് മുക്കി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലൂസായിട്ടുള്ള ഒരു മാവ് മാത്രം മതി. അങ്ങനെ ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഈ ഒരു മാവ് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. നല്ല കട്ടിയുള്ള ബാറ്റർ ആണെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗത്ത് നല്ല കട്ടിയുള്ള മാവായിട്ടായിരിക്കും ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കിയെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ ഇത് എണ്ണ കുടിക്കും. അതുകൊണ്ട് തീ കുറച്ച് വെക്കരുത് കേട്ടോ. തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ എണ്ണ പിടിക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റുന്നുണ്ട്. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ നിറമൊന്നും ആക്കിയെടുക്കേണ്ട. ഇതുപോലെ ചെറുതായിട്ടൊന്ന് നിറം മാറുമ്പോൾ തന്നെ നമുക്കിത് കോരി മാറ്റാം. ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഉള്ളതൊക്കെ വെന്തതാണ്. ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ഈ ഒരു മാവ് മാത്രം ഫ്രൈ ചെയ്തെടുക്കാനുള്ളൂ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിത് എപ്പോഴെങ്കിലും തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. ഇത് കണ്ടു, ഇതിൻ്റെ പുറംഭാഗമൊക്കെ നല്ല മൊരിഞ്ഞ് കിട്ടും കേട്ടോ. നമ്മളിത് ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തണുത്ത ശേഷം കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്